മോനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരീക്ഷ തുടങ്ങണമെന്നാ? അടുത്ത ആഴ്ച. ഓ ഓ, നന്നായി പഠിക്കണം കേട്ടോ. ദേവി എവിടെ? അവളെ വിളിച്ചില്ലേ? ഉവ്വ്, അവളെവിടെ പോവാൻ തയ്യാറെടുക്കുകയാണ്. ദേവി, ദേവി, ഇടട്ടെ. എങ്ങതാ ചേച്ചി, ഞാൻ വേണം. ചിറ്റിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു മോളെ. എങ്ങോട്ടാ കുട്ടി യാത്ര? എന്റെ കൂട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ട്. അല്ല, നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല ഏട്ടാ, അമ്പിളി വരുന്നുണ്ട്. അവളിപ്പോ എത്തും. ചിറ്റൻ ഞാനും വരട്ടെ കല്യാണത്തിന്? മോൻ അടുത്ത തവണ കൊണ്ടുപോവാട്ടോ. അവള് വന്നെന്ന് തോന്നണു. എന്നാ ഇറങ്ങട്ടെ? ആ ശരി. കഴിച്ചിട്ട് പോകൂട്ടി. ഇല്ല എടുത്തി, വൈകിയ സമയത്തിനെത്തില്ല. പിന്നെ കല്യാണല്ലേ, നല്ല സദ്യ ഉണ്ടാവും. സൂക്ഷിച്ചു പോണോട്ടോ. ഓ ചേച്ചി. പോവാം. ഇന്നലത്തെ പ്രോഗ്രാം കുറച്ച് ദൂരെയായിരുന്നു. വീട്ടിലെത്തി ഉറങ്ങി എണീറ്റപ്പോഴേക്കും കുറച്ച് വൈകി. എന്താടാ, എന്തുപറ്റി? ഞാൻ നന്ദിനിയുടെ കല്യാണ ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ ഓർക്കായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ആയി എന്ത് സന്തോഷത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അതുപോലൊരു കല്യാണം നമുക്കുണ്ടാവില്ല ഗോപ. ജാതിയും മതമൊന്നും നോക്കിയല്ലല്ലോ നമ്മൾ സ്നേഹിച്ച്. പക്ഷെ ഗോപനെ പോലെ കീഴ്ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ എൻ്റെ ഇല്ലത്തുള്ളവരെ സമ്മതിക്കില്ല. അതോർക്കുമ്പോ ഇല്ല ദേവി, വീട്ടുകാരല്ല, ഈ ലോകം മൊത്തം എതിര് നിന്നാലും ഞാൻ നിന്നെ സ്വന്തമാക്കും. അതല്ല ഗോപ, ഏട്ടന്മാരുടെ ചിരിയും കളിയും സ്നേഹമൊക്കെ കാണുമ്പോ അവര് വിഷമിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോ ഗോപം പേടിക്കൊന്നും വേണ്ട. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ തന്നെയാണ്. രാമപാലയ മാം ഹരേ സീതാരാമ രാമപാലയ മാം രാമ രവികുല സോമ ജഗദഭി രാമ രവികുല സോമ ജഗദഭി അഭിരാമ നീരദ ശ്യാമ ദശരഥ അഭിരാമ നീരദ ശ്യാമ രാമ സീതാരാമ രാമ രവികുല സോമ ജഗദഭി രാമ
രവികുല സോമ വദനേ കഥകളി ആട്ടമാണ്, സ്വയം മറന്നുള്ള ആട്ടം. അതിൽ ആട്ടക്കാരനില്ല, കഥയിലെ കഥാപാത്രങ്ങൾ മാത്രം. അതിന് ചുവടുകളും ഭാവങ്ങളും നന്നായി ഹൃദയസ്ഥമാക്കണം. മനസ്സും ശരീരവും ഒന്നായി കഥാപാത്രത്തിൽ അർപ്പിക്കണം. എങ്കിലേ ആടുന്നതിൽ അർത്ഥമുള്ളൂ. യഥോഹസ്തസ്തോ ദൃഷ്ടി രഥ്യോ ദൃഷ്ടി സ്തോമന യഥോ മനസ്തോ ഭാവേ യഥോ ഭാവേ സ്തോ രസ. കൈ എവിടെയാണോ അവിടെ കണ്ണെത്തണം. കണ്ണെവിടെയാണോ അവിടെ മനസ്സും കൂടി ചേർന്നാൽ മാത്രമേ ഭാവമുണ്ടാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ പ്രേക്ഷകർക്ക് ആട്ടം രസകരമായി പരിണമിക്കുകയുള്ളൂ.